അപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നമ്മൾ ഈ ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മുടെ NVRലും DVRലൊക്കെ നമ്മൾ ഹാർഡ് ഡിസ്ക് ഇട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെ റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ, പോംവഴി ഉണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ റെയ്ഡ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ കോൺഫിഗറേഷൻ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റെയ്ഡ് എന്ന് പറയുന്നത് എന്താണെന്നും അത് പല ടൈപ്പ് വരുന്നുണ്ട് റെയ്ഡ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് റെയ്ഡിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ലാപ്ടോപ്പ് നമ്മുടെ NVRന് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ശേഷം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ NVRുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ ലാപ്ടോപ്പിന് കോൺടാക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പിങ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ NVRലേക്ക് പിങ് ചെയ്ത് നോക്കുക. അപ്പോൾ പിങ് സ്പേസ് 192.168.1.99 എന്ന് കൊടുക്കുക. 99 എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഇരിക്കുന്ന NVRൻ്റെ IP അഡ്രസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് പിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്, കണക്ഷൻ ഇപ്പോൾ ഓക്കെ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ NVRനെ ഗൂഗിൾ ക്രോമിൽ ആക്സസ് ചെയ്യുക. അപ്പോൾ 192.168.1.99 ആണ് നമ്മുടെ NVRൻ്റെ IP. അത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം NVR ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ആ ഒരു NVRൽ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കുക ഈ ഒരു പേജിൽ കേട്ടോ. അപ്പോൾ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ NVRൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലോഗിനായി. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട, നമ്മൾ ആ മാനേജ് എന്നുള്ള വിൻഡോ കണ്ടില്ലേ, അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ മാനേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മളവിടെ സ്റ്റോറേജ് മാനേജ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ സ്റ്റോറേജിൽ നമ്മൾ പോകുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ റെയ്ഡാണ്. അപ്പോൾ റെയ്ഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കാണാം 7 ഹാർഡ് ഡിസ്കുകൾ ഞാൻ ഒരു NVRൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ 7 ഹാർഡ് ഡിസ്കുകൾ നമ്മളിപ്പോൾ റെയ്ഡ് 5 ആണ് കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എല്ലാ ഹാർഡ് ഡിസ്കുകളും നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ റെയ്ഡ് ഇൻഫോയിൽ ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെയ്ഡ് കോൺഫിഗർ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു ഹാർഡ് ഡിസ്കുകളെല്ലാം തന്നെ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ റെയ്ഡ് 5 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ റെയ്ഡ് 0ഉം 1ഉം ഒക്കെ നിങ്ങളവിടെ കണ്ടു. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു കോൺഫിഗറേഷൻ ശേഷം നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ ഹാർഡ് ഡിസ്കുകളും സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഈ താഴെ 1 ക്ലിക്ക് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ 1 ക്ലിക്ക് ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു പേജ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ഹാർഡ് ഡിസ്ക് എല്ലാം ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, ഓക്കെ അടിക്കുക. കാരണം എനിക്കിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഫോർമാറ്റ് എന്ന് കൊടുത്തു. അപ്പം റെയ്ഡ് ഇപ്പോൾ കോൺഫിഗറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം റെയ്ഡ് കോൺഫിഗറേഷൻ ഒരല്പം സമയം എടുക്കുന്ന പ്രോസസ്സാണ്. കാരണം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് 1-2 ഹാർഡ് ഡിസ്ക് അല്ല, 7 ഹാർഡ് ഡിസ്ക്കാണ് വെച്ചേക്കുന്നത്. 70 ടെറാബൈറ്റ് സ്റ്റോറേജാണ്. അപ്പോൾ ഇതിങ്ങനെ എല്ലാ ഹാർഡ് ഡിസ്കുകളും റെയ്ഡ് കോൺഫിഗറേഷൻ ഓട്ടോമാറ്റിക് നമ്മുടെ NVR സെറ്റപ്പ് ചെയ്തോളും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ചാർജ് കുറഞ്ഞിട്ടുണ്ട്, 10% ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു മിനിറ്റോടെ ഉള്ളൂ എന്നാലും നോക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇപ്പോൾ റെയ്ഡ് 5 കോൺഫിഗർ ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെ 1 മുതൽ 5 വരെയുള്ള ഹാർഡ് ഡിസ്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹോട്ട് സ്റ്റാൻഡ് ബൈ എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 7ാമത്തെ ഹാർഡ് ഡിസ്കും 8ാമത്തെ ഹാർഡ് ഡിസ്ക് ഇവിടെ കാണിക്കുന്നില്ല. അത് വന്നിരിക്കുന്നത് ഹോട്ട് സ്റ്റാൻഡ് ബൈയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് പാരിറ്റി ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് ഇവിടെ ഫെയിലിയർ ആയാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമ്മുടെ ഡാറ്റ സുരക്ഷിതമായിരിക്കും. നമ്മൾ ആ ഒരു പുതിയ ഹാർഡ് ഡിസ്ക് ഈ ഒരു NVRലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ നഷ്ടപ്പെട്ടു പോയ ഹാർഡ് ഡിസ്കിലെ ഡാറ്റ നമ്മുടെ NVR ഓട്ടോമാറ്റിക് റൈറ്റ് ചെയ്യും. അതാണ് ഈ ഒരു റെയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിനി ലോഗൗട്ട് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ കോൺഫിഗറേഷൻ കണ്ടു. അപ്പോൾ ഈ റെയ്ഡ് പല ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആദ്യം റെയ്ഡ് എന്താണെന്ന് പറയാം. റെയ്ഡ് എന്ന് പറഞ്ഞാൽ റിഡൻഡന്റ് അറേ ഓഫ് ഇൻഎക്സ്പെൻസീവ് ഡിസ്ക് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂടിയ മോഡൽ NVRകളിലും DVRകളിലുമാണ് ഈ റെയ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കുറഞ്ഞ, അതായത് ഒരു ഹാർഡ് ഡിസ്കും 2 ഹാർഡ് ഡിസ്കൊക്കെ ഇടുന്ന ടൈപ്പ് NVRലോ DVRലോ ഒന്നും ഈ ഫീച്ചർ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എന്ന് വെച്ചാൽ റെയ്ഡ് 0 ആണ്. റെയ്ഡ് 0 എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ്ഡ് വോളിയം എന്നാണ് പറയുന്നത്. സ്ട്രിപ്പ്ഡ് വോളിയം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം 2 ഹാർഡ് ഡിസ്ക് ആവശ്യമാണ്. അതായത് നമ്മളിപ്പോൾ 10 ടെറാബൈറ്റിൻ്റെ 2 ഹാർഡ് ഡിസ്ക്കാണ് ഇട്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സ്പേസ് 20 ടെറാബൈറ്റ് കിട്ടും. അപ്പോൾ ഇത് സ്ട്രിപ്പ്ഡ് വോളിയമാണ്. സ്ട്രിപ്പ്ഡ് വോളിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1 MBയുടെ ഒരു ഫയൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഒരു ഹാർഡ് ഡിസ്കിലേക്കും പകുതി മറ്റേ ഹാർഡ് ഡിസ്കിലേക്കും നമ്മുടെ DVR അല്ലെങ്കിൽ NVR ഒരേ സമയം ഡാറ്റ റൈറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഡാറ്റ റിട്രൈവ് ചെയ്യാൻ പറ്റില്ല. പകരം എന്താണ്, വളരെ വേഗത്തിൽ നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ CCTV ടെക്നോളജിയിൽ ഈ ഒരു റെയ്ഡിന് വലിയൊരു റോളൊന്നുമില്ല, കാരണം അതാരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ റെയ്ഡ് എന്ന് പറഞ്ഞാൽ റെയ്ഡ് 1 ആണ്. റെയ്ഡ് 1 എന്ന് വെച്ചാൽ മിറേഡ് വോളിയം എന്നാണ് പറയുക. മിറേഡ് വോളിയത്തിനകത്ത് പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 10 ടെറാബൈറ്റിൻ്റെ 2 ഹാർഡ് ഡിസ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 + 10 നമുക്ക് ശരിക്കും പറഞ്ഞാൽ 20 ആണ് വരേണ്ടത്. പക്ഷേ മിറേഡ് വോളിയം ചെയ്യുന്ന സമയത്ത് നമ്മൾ മിറർ എന്ന് പറയുമ്പോൾ ഒരു കണ്ണാടിയാണല്ലോ. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ എക്സാക്റ്റ് കോപ്പി തന്നെയായിരിക്കും മറ്റേ ഹാർഡ് ഡിസ്കിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 10 ടെറാബൈറ്റ് മാത്രമേ നമുക്ക് സ്റ്റോറേജ് കാണിക്കുകയുള്ളൂ നമ്മൾ ഈ ഒരു റെയ്ഡ് എനേബിൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് മറ്റേ ഹാർഡ് ഡിസ്കിൽ ഡാറ്റ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് റെയ്ഡ് 5. അതാണ് ഞാൻ നിങ്ങളെ കുറച്ച് മുമ്പ് കാണിച്ചത്. റെയ്ഡ് 5ൽ നമുക്ക് മിനിമം 3 ഹാർഡ് ഡിസ്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ്ഡ് വിത്ത് പാരിറ്റി എന്നാണ് പറയുക. അതായത് 2 ഹാർഡ് ഡിസ്കിലാണ് ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്, ഒരു ഹാർഡ് ഡിസ്ക് പാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 ഹാർഡ് ഡിസ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പം 10 + 10 + 10, അതായത് 3 ഹാർഡ് ഡിസ്കുകൾ 30 ടെറാബൈറ്റ് ആണ് വരേണ്ടത്. 10 എണ്ണത്തിൽ 10 ടെറാബൈറ്റ് വെച്ച് എടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ 30 ടെറാബൈറ്റ് സ്റ്റോറേജ് നമുക്ക് കാണിക്കില്ല, പകരം നമുക്ക് 3/1 കാണിക്കുള്ളൂ. അതായത് ഏകദേശം 20 ടെറാബൈറ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. ഒരു ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നത് പാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടൊരു ഹാർഡ് ഡിസ്ക് 10 TB ഇടുന്ന സമയത്ത് ഡാറ്റ എന്ത് ചെയ്യും, നമ്മുടെ NVR ഓട്ടോമാറ്റിക് അങ്ങോട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടാലും നമുക്കൊന്നും സംഭവിക്കില്ല, നമ്മുടെ ഡാറ്റ സുരക്ഷിതമായിരിക്കും. ഇനി അടുത്തതാണ് റെയ്ഡ് 6 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ NVRൽ പൊതുവേ കാണാറുള്ള ഒരു റെയ്ഡ് വോളിയമാണ് റെയ്ഡ് 6 എന്ന് പറയുന്നത്. ഇതിൽ മിനിമം 4 ഹാർഡ് ഡിസ്ക് നമുക്ക് ആവശ്യമാണ്. ഈ 4 ഹാർഡ് ഡിസ്ക് നമ്മൾ ഇടുന്ന സമയത്ത് ഇതിൽ 2 ഹാർഡ് ഡിസ്ക്കാണ് പാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, 2 എണ്ണം മാത്രമേ നമുക്ക് സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ. അതായത് നമ്മൾ 4 ഹാർഡ് ഡിസ്കുകൾ 10 ടെറാബൈറ്റിൻ്റെ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് 40 ടെറാബൈറ്റ് കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ കാണിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, 20 ടെറാബൈറ്റ് എന്നായിരിക്കും. 2 ഹാർഡ് ഡിസ്ക് ആയിരിക്കും സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുക, 2 എണ്ണം പാരിറ്റിക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിനകത്ത് റെയ്ഡ് 5ഉം റെയ്ഡ് 6ഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ ഈ റെയ്ഡ് 5നകത്ത് ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ NVR ഡാറ്റ ഒറ്റയടിക്ക് റൈറ്റ് ചെയ്തോളും. 2 ഹാർഡ് ഡിസ്ക് ഒരേ സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഡാറ്റ നമുക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഈ റെയ്ഡ് 6ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജ് നേരെ പകുതി കിട്ടുന്നുള്ളൂ. പക്ഷേ ഏതെങ്കിലും 2 ഹാർഡ് ഡിസ്ക് ഒരേ സമയം നഷ്ടപ്പെട്ടാലും നമുക്ക് NVR ഡാറ്റ ഓട്ടോമാറ്റിക് റൈറ്റ് ചെയ്യും. പിന്നെ ഈ റെയ്ഡ് 10 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ റെയ്ഡ് 6 പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് വളരെ കുറച്ച് സ്പേസ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ നമ്മൾ റെയ്ഡ് 0ഉം റെയ്ഡ് 10 ഒന്നും നമ്മുടെ CCTV ടെക്നോളജിയിൽ എത്രത്തോളം ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ റെയ്ഡ് എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളുക്കാൻ വെച്ചിട്ട് പാണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഉള്ള ഡാറ്റ മുഴുവൻ നഷ്ടപ്പെട്ടു പോകാം. കാരണം എന്ന് വെച്ചാൽ ഈ റെയ്ഡ് വോളിയം എനേബിൾ ചെയ്തിരിക്കുന്ന NVRൽ മസ്റ്റായിട്ടും ഒരു UPS ബാക്കപ്പ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് കറണ്ട് പോവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻ്റയർ ഹാർഡ് ഡിസ്ക് അങ്ങ് കറക്റ്റായി പോകും ഡാറ്റ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു CCTVയുടെ ഒരു ടെക്നിക്കലി നമ്മൾ ഒരു ഹാർഡ് ഡിസ്ക് കയറിയിട്ട് നമ്മൾ സാധാരണ ഷട്ട് ഡൗൺ കൊടുക്കാതെ നമ്മളെല്ലാവരും NVR അല്ലെങ്കിൽ DVR ചുമ്മാ അങ്ങ് ഓഫ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ റെയ്ഡ് വോളിയം കോൺഫിഗർ ചെയ്തേക്കുന്ന വലിയൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ പവർ ഓഫ് ചെയ്യാൻ പാടില്ല. സിസ്റ്റം നമ്മൾ ഷട്ട് ഡൗൺ കൊടുത്തിട്ട് മാത്രമേ ഓഫ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.